എല്ലാവർക്കും നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. തുറമുഖവുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ നടത്തിയ പ്രസ്താവന പ്രകാരം 2024 ഡിസംബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടക്കും എന്നാണ്. 2024 ജൂൺ 30 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് 1892 കോടി തുറമുഖ നിർമ്മാണത്തിനായി ഇതുവരെ ചിലവാക്കിയിട്ടുണ്ട്. 2024 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 4255 കോടിയും ചിലവാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഇതുവരെയും നൽകിയിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞത്തു നിന്നുള്ള റെയിൽ കണക്ടിവിറ്റി 2028 മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. 2024 ഡിസംബറോടെ തുറമുഖത്തു നിന്നുള്ള അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാക്കും. ഇപ്പോൾ നടന്ന ട്രയൽ റണ്ണിൽ 2000-ഓളം കണ്ടെയ്നറുകൾ ഇറക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇതോടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ കമ്മീഷനിംഗ് നടക്കുമെന്നാണ് ഇതുവരെ വന്നിരുന്ന വാർത്ത. 2028 ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ബെർത്തിന്റെ നീളം കൂട്ടുന്നതും ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കും. അദാനി ഗ്രൂപ്പ് 20,000 കോടിയാണ് അടുത്ത ഘട്ടങ്ങളിൽ മുതൽ മുടക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം വിഴിഞ്ഞം ബാലരാമപുരം റെയിൽ കണക്ടിവിറ്റിയുടെ ഭരണാനുമതിക്കായുള്ള നടപടികളൊക്കെ അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും കേന്ദ്ര ഫണ്ട് ലഭിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുക. ഇക്കഴിഞ്ഞ മാസം റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രാഥമിക നടപടികൾക്കും വിലയിരുത്തലിനുമായി തുറമുഖവും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനും സന്ദർശിച്ചിരുന്നു. തുറമുഖത്തു നിന്നും വരുന്ന അപ്രോച്ച് റോഡും നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നയിടത്ത് ക്ലോവർ ലീഫ് മാതൃകയിലുള്ള നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ നടക്കുന്നു എന്നറിയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ മുൻപ് വന്നിരുന്നു. അതിനുശേഷം സംസ്ഥാനത്തിന്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും അംഗീകാരവും ഇതിനെ നേടിയെടുക്കണം. അപ്രോച്ച് റോഡ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുവാൻ 5 ഹെക്ടർ സ്ഥലവും ഏറ്റെടുക്കേണ്ടി വരും. കഴിഞ്ഞ മെയ് മാസത്തിൽ ഭൂഗർഭ റെയിൽവേയുടെ പുതുക്കിയ പദ്ധതിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അംഗീകാരം നൽകിയിരുന്നു. 1402 കോടിയുടേതാണ് ഈ ഭൂഗർഭ റെയിൽ പദ്ധതി. 10.7 കിലോമീറ്റർ വരുന്ന ഈ ലൈനിൽ 9.2 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയായിരിക്കും കടന്നുപോകുന്നത്. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. അതുവരെയുള്ള ചരക്കു ഗതാഗതത്തിന് സർക്കാർ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് തന്നെ പറയേണ്ടി വരും. ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ നിർമ്മിക്കുവാൻ 20 ഏക്കർ സ്ഥലമാണ് വേണ്ടി വരുന്നത്. ഇത് പൂർത്തിയാക്കുവാൻ 2 വർഷമാണ് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഔട്ടർ റിംഗ് റോഡ്, ക്ലോവർ ലീഫ് ജംഗ്ഷൻ, ഭൂഗർഭ റെയിൽപാത എന്നിവയൊന്നും നിർമ്മാണം തുടങ്ങാത്ത സാഹചര്യത്തിൽ അപ്രോച്ച് റോഡിലൂടെ സർവീസ് റോഡ് വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലായിരിക്കും മിക്കവാറും ചരക്ക് ഗതാഗതം നടക്കുവാൻ സാധ്യതയെന്ന് തോന്നുകയാണ്. എന്തായാലും അടുത്ത മദർഷിപ്പ് ഉടൻ എത്തുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ അപ്ഡേറ്റ് വീഡിയോകൾ ഈ ചാനലിൽ പതിവായി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.